ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയിട്ടും കാടിനും നാടിനും കാവൽ തുടർന്ന് മൂന്നാർ ഡിവിഷനു കീഴിലെ വനം വകുപ്പ് വാച്ചർമാർ. പതിറ്റാണ്ടുകാലം ജോലി ചെയ്തിട്ടും ശമ്പള കുടിശ്ശിക മാത്രമാണ് ബാക്കി. താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ അധികാരികളെ വഴിയിൽ തടയുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് വനം വകുപ്പിൽ താൽക്കാലിക വാച്ചർമാരായി ഇവരെ നിയമിച്ചത്. ജോലി കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ആദ്യം. എന്നാൽ പിന്നീട് ഇത് സങ്കടമായി മാറി. വർഷത്തിൽ 1-2 തവണ ശമ്പളം കിട്ടും, ബാക്കി മുഴുവൻ കുടിശ്ശിക. ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. മറ്റൊരാനുകൂല്യവും ഇവർക്കില്ല. ഇപ്പോൾ എഴുതിയതിൽ ഒരു 3 മാസം ശമ്പളം കിട്ടാനുണ്ട്. പിന്നെ എഴുതാണ്ട് 1 മാസം 1.5 മാസം ശമ്പളം എഴുതിയിട്ടില്ല ഇനിയും. എന്നാൽ ഇപ്പോൾ ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട മൂന്നാർ DFO ഉത്തരവിറക്കിയപ്പോഴും ഇവർക്ക് സങ്കടമില്ല. കാരണം ഇനിയെങ്കിലും സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താമെന്ന ആത്മവിശ്വാസത്തിലാണ്. ജോലി ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ ജോലിക്ക് വന്നാൽ ഈ ജോലി തന്നെ നോക്കി നടക്കേണ്ട. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കണം. പറമ്പനെ നോക്കാനെനിക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോലിയില്ലാതെ നിന്നാൽ നമ്മൾ പറമ്പനെ നോക്കി വരുമാനം നോക്കാം. തേഞ്ഞു തീർന്ന ബൂട്ടും കീറിയ യൂണിഫോമും അഴിച്ചുവെച്ച കാവൽ അവസാനിപ്പിച്ച് കാടിറങ്ങുമ്പോൾ ഇവർക്കുള്ളത് ഒരാവശ്യം മാത്രമാണ്. ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും തീർത്തു നൽകണം. എന്നാൽ കാടിനും നാടിനും കാവൽ നിൽക്കുന്ന ഇവരെ പിരിച്ചുവിടുവാനുള്ള ഉത്തരവ് പിൻവലിക്കുന്നില്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.